മാംഗ്ലൂർ വന്നപ്പോഴാണ് നല്ല ദൊണ്ണ ബിരിയാണിയെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ മാംഗ്ലൂർ KSRTC ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മളെ MDB എന്നൊരു ഹോട്ടലുണ്ട്. ഓക്കെ, MDB ഇതാണ് MDB ഹോട്ടല്. ഇവിടെ നിന്നാണ് ഞാൻ ദൊണ്ണ ബിരിയാണി ആദ്യമായിട്ട് കഴിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇങ്ങനെയുള്ള ഐറ്റം ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സത്യം പറയട്ടെ, നല്ല സ്വാദ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. 150 രൂപയാണ് ഇതിൻ്റെ ഒരു എമൗണ്ട് വന്നിട്ട്. ഒരുപാട് കഷ്ണങ്ങളും അതേപോലെ തന്നെ കഷ്ണങ്ങൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല അല്പം കുറച്ചൊക്കെ ജ്യൂസി ആയിട്ടുള്ള ഒരു കഷ്ണങ്ങളായിരുന്നു ഈ ദൊണ്ണ ബിരിയാണിയിലുള്ളത്. സത്യം പറയട്ടെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കേരളത്തിന് പുറത്ത് പോയിട്ട് സത്യം പറഞ്ഞ ഫുഡിൻ്റെ കാര്യം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നല്ല ഫുഡ് കിട്ടുമോ, കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് പൈസ ഇച്ചിരി കൂടിയും കുഴപ്പമില്ല, പക്ഷെ നല്ല നമുക്ക് കഴിച്ചിട്ടേ ഒരു തൃപ്തിയുള്ള ഫുഡ് കിട്ടുമെന്നൊക്കെ ഒരു ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ദൊണ്ണ ബിരിയാണി കഴിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് ഒരു ഫീലുണ്ടായിരുന്നു. ഞാനതൊക്കെ നല്ല മോരും കറിയെല്ലാം കൂട്ടി കഴിച്ചു. നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ബിരിയാണി ടേസ്റ്റ് അല്ല, പക്ഷെ എന്നാലും നമുക്കേ നാട്ടിൽ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൊള്ളാം, ഈ ബിരിയാണി കൊള്ളാം എന്നുള്ള ഒരു സമാധാനം കിട്ടും. ഏതായാലും ഞാൻ സത്യം പറഞ്ഞാൽ അത് മൊത്തം കഴിച്ചു. ബിരിയാണി അല്ലേ, എനിക്ക് കുറേ ഇറങ്ങുമോ ഇല്ലയോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കത് ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. അതും പോയിട്ട് ഞാൻ രാത്രിയാണ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബിരിയാണി വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വയ്ക്കും, അത് പിന്നെ രാത്രി കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കിയായിരിക്കും എടുത്ത് തരുന്നത്. അപ്പം അതിൻ്റെ ഒരു ചൂടും കാണത്തില്ല, നമുക്കത് അറിയാൻ പറ്റും. പക്ഷേ ഇത് എന്ന് വെച്ചാൽ ഇത് എപ്പോഴും അവിടെ ഈ ബിരിയാണി അവൈലബിൾ ആണ്. നമ്മൾ എപ്പോൾ ചെന്നാലും അത് നല്ല ചൂടായിട്ട് തന്നെ ആയിരിക്കും. അത് കഷ്ണങ്ങളായാലും റൈസായാലും നല്ല ചൂടായിട്ട് ഒരു ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി കഴിക്കാനും കൂടി തോന്നും കേട്ടോ. ആ റൈസിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു കറിയുടെ അംശവും എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമായി അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ. ഇത് നല്ല ഫുഡ് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. 150 രൂപയല്ലേ എന്നുള്ളൊരു സമാധാനം. പിന്നെ അവിടെ മട്ടൻ്റെ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. ഞാൻ പിന്നെ ചിക്കനാണ് മേടിച്ചത്. ഓക്കെ.